ഈ ആഴ്ച ഇറങ്ങിയ OTT മൂവീസുകളിൽ നിങ്ങൾ കണ്ടിരിക്കേണ്ട ചില സിനിമകൾ. പടമിറങ്ങി ഓൾമോസ്റ്റ് ഒരു വർഷത്തിന് ശേഷം OTT ഇറങ്ങിയ മമ്മൂട്ടി പടമാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണിത്. ഒരു കളഞ്ഞു കിട്ടിയ ലേഡീസ് പേഴ്സിന്റെ ഓണറിനെ അന്വേഷിച്ച് പോകുന്ന പ്രൈവറ്റ് ഡിറ്റക്റ്റീവായ ഡൊമിനിക്കിന്റെ കഥയിലൂടെയാണ് പടം പോകുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണെങ്കിലും ഒരു സോഫ്റ്റ് ആൻഡ് കൊമിക് സ്റ്റൈൽ രീതിയിലാണ് പടം പോകുന്നത്. സോ സ്റ്റാർട്ടിംഗ് ഒക്കെ കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. ഈവൻ തോ പടത്തിന് അവിടെ ഇവിടെയും ചില പോരായ്മകളും അനാവശ്യ ചില സീൻസ് കാരണം കൊണ്ടുള്ള ലാഗും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. പടം ഇപ്പോൾ ZEE5-ൽ അവൈലബിൾ ആണ്. അടുത്തത് ഈ കഴിഞ്ഞ സ്റ്റേറ്റ് അവാർഡിൽ സെക്കൻഡ് ബെസ്റ്റ് ഫിലിമിനും ബെസ്റ്റ് ആക്ട്രസിനുമുള്ള അവാർഡ് കിട്ടിയ ഫെമിനിച്ചി ഫാത്തിമയാണ്. ഇതും ഒരു മസ്റ്റ് വാച്ച് പടം തന്നെയാണ്. തന്റെ റൈറ്റ്സ് ചോദ്യം ചെയ്യണ ഫാത്തിമയുടെയും അതിന് കാരണമാവുന്ന ഒരു മാട്രസിന്റെയും കഥ നല്ല എൻഗേജിംഗ് ആയിട്ടാണ് പടം കാണിക്കുന്നത്. സോ കണ്ടു നോക്കുക. പടം മനോരമ മാക്സിൽ അവൈലബിൾ ആണ്. അടുത്തത് നൈഫ്സ് ഔട്ട് ഫ്രാഞ്ചൈസിലെ മൂന്നാമത്തെ പടമായ വേക്കപ്പ് ഡെഡ് മാൻ ആണ്. നൈഫ്സ് ഔട്ടിന്റെ സെക്കൻഡ് മൂവിയായ ഗ്ലാസ് ഒനിയന്റെ സീക്വൽ ആയിട്ടാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. മിസ്റ്ററി ക്രൈം മൂവീസ് ഇഷ്ടമുള്ളവർ എന്തായാലും കണ്ടു നോക്കേണ്ട പടമാണിത്. നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ അവൈലബിൾ ആണ്.